വന നിയമ ഭേദഗതിയിൽ കേരള കോൺഗ്രസ് എം ഇന്ന് മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കും. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഖ്യമന്ത്രി നേരിൽ കാണും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന നിയമ ഭേദഗതി അംഗീകരിക്കാനാവില്ലെന്നാണ് പാർട്ടി നിലപാട്. കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴേക്കുമാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച? ഏതൊക്കെ നേതാക്കളായിരിക്കും മുഖ്യമന്ത്രി നേരിൽ കണ്ട് ഈ അതൃപ്തി അറിയിക്കുക? സംഗീത, ഈ വന നിയമ ഭേദഗതിയിൽ നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭേദഗതിക്ക് എതിരായിട്ടാണ് അവർ പാർട്ടി നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇന്ന് ആ നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ട് അവരുടെ ആശങ്ക മുഖ്യമന്ത്രിയെ അടക്കം ബോധ്യപ്പെടുത്താനാണ് നിലവിൽ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടി നേതാക്കളും ചേർന്നിട്ടായിരിക്കും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇത്തരത്തിൽ ആശങ്കയും അതൃപ്തിയും രേഖപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ നിയമ ഭേദഗതി കൊണ്ടുവരികയാണെങ്കിൽ അത് കുടിയേറ്റ കർഷകരെ വലിയ രീതിയിൽ മോശമായിട്ട് ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ ഭേദഗതിക്കെതിരായിട്ടുള്ളൊരു നിലപാട് നിലവിൽ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IFS ലോബി, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ഒരു ലോബി അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില മോശം നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നതെന്നാണ് നിലവിൽ പാർട്ടി നേതൃത്വം അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കുടിയേറ്റ കർഷകരെയും അതോടൊപ്പം തന്നെ ഈ മലയോരവാസികളെയും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഈ വന നിയമ ഭേദഗതി ഇടവരുത്തുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പാർട്ടി നേതൃത്വം നടത്തിയിട്ടുള്ള ആലോചനയിൽ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ തന്നെ ഈ വനം വകുപ്പും ഒപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് കുടിയേറ്റ കർഷകർക്കെതിരെ വലിയ ചൂഷണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ നിയമ ഭേദഗതി കൂടി വരികയാണെങ്കിൽ അത് വനം വകുപ്പിന് കൂടുതൽ പ്രത്യേക അധികാരങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നിയമ ഭേദഗതി കൂടി വരികയാണെങ്കിൽ അത് കൂടുതൽ ചൂഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഒപ്പം ഈ കുടിയേറ്റ കർഷകരും ഒപ്പം മലയോരവാസികളും ഒക്കെ തന്നെ അവരുടെ അവിടം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരള കോൺഗ്രസ് എം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സ്വന്തം മുന്നണിയിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് തന്നെ ഒരു ഘടകകക്ഷി ഇത്തരത്തിൽ ആ തീരുമാനത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായിട്ട് പരസ്യമായിട്ട് അവർ നിലപാട് സ്വീകരിക്കുകയും അത് മുഖ്യമന്ത്രി അടക്കം അറിയിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇടതു മുന്നണിയിലെ ഒരു ഘടകകക്ഷി തന്നെ ഇത്തരത്തിൽ എതിർപ്പുമായി രംഗത്ത് വരുന്നതിനെ ഏത് വിധത്തിലായിരിക്കും ഇടതു മുന്നണിയും സംസ്ഥാന സർക്കാരും CPM നോക്കിക്കാണുന്നതെന്നാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. തീർച്ചയായും കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.